മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ടോണി സ്റ്റാർക്ക് അഥവാ അയൺമാന്റെ ജേണി അവസാനിച്ചെങ്കിലും ഇപ്പോഴും പല മൂവീസിലും പല സീരീസിലും ടോണി സ്റ്റാർക്കിനെ പറ്റി പലയിടത്തായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ടോണി സ്റ്റാർക്കിന്റെ മെക്കാനിക്കൽ അയൺമാൻ സ്യൂട്ടുകൾക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടായിരുന്നു. ആ കാലത്തെ ടോണി സ്റ്റാർക്കിന്റെ സ്യൂട്ട് അപ്പ് സീൻസ് ഒക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. എന്നാൽ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ, അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്നീ മൂവീസിലാണ് ടോണി സ്റ്റാർക്ക് മെക്കാനിക്കൽ അയൺമാൻ സ്യൂട്ടുകൾ മാറ്റിയിട്ട് നാനോടെക് അയൺമാൻ സ്യൂട്ടുകൾ ധരിക്കാൻ തുടങ്ങിയത്. ടോണി സ്റ്റാർക്കിന്റെ നാനോടെക് അയൺമാൻ സ്യൂട്ടപ്പ് സീൻസ് ഒക്കെ വേറെ ലെവലാണെങ്കിലും ഒരുപാടധികം പേര് മെക്കാനിക്കൽ അയൺമാൻ സ്യൂട്ടപ്പ് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഞാനും മെക്കാനിക്കൽ അയൺമാൻ സ്യൂട്ടുകൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അയൺ ഹേർട്ട് സീരീസ് കണ്ടപ്പോൾ ടോണി സ്റ്റാർക്കിന്റെ മെക്കാനിക്കൽ സ്യൂട്ടുകളുടെ ആ പഴയ വൈബ് തിരിച്ചു കിട്ടിയതായിട്ട് എനിക്ക് തോന്നി. റീറി വില്യംസ് അഥവാ അയൺ ഹേർട്ടിന് ടോണി സ്റ്റാർക്കിനെ പോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയോ വേണ്ടത്ര റിസോഴ്സുകളോ ഒന്നും തന്നെയില്ല. ആകെ ഒരു വർക്ക്ഷോപ്പും കുറെ സ്ക്രാപ്പുകളും അവളുടെ ഡിറ്റർമിനേഷനും മാത്രമാണ് റീറി വില്യംസിന്റെ സമ്പാദ്യം. റീറി വില്യംസിന്റെ അയൺ ഹേർട്ട് സ്യൂട്ട് വളരെ ഓതന്റിക്കും വളരെ റിലേറ്റബിളുമായിട്ട് എനിക്ക് തോന്നി. റീറി വില്യംസിന്റെ അയൺ ഹേർട്ട് സ്യൂട്ട് അപ്പ് സീൻസ് കണ്ടപ്പോൾ ആ പഴയ നൊസ്റ്റാൾജിക് അയൺമാൻ മെക്കാനിക്കൽ സ്യൂട്ട് അപ്പ് സീൻസ് ആണ് എനിക്ക് ഓർമ്മ വന്നത്.